പ്രിയ സുഹൃത്തുക്കൾക്ക് രുചിയുടെ പുതുവെള്ളിയാഴ്ചയിലേക്ക് സ്നേഹസ്വാഗതം. പുതുപുത്തൻ രുചിയുമായി ഈ ആഴ്ച ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത് കരിമീൻ പാൽക്കറിയാണ്. 1/2 കിലോ കരിമീനുകൾ ഉണ്ടാകുന്ന പാൽക്കറി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നാട്യങ്ങൾ ഏതുമില്ലാതെ നേരെ നാട്ടുരുചിയിലേക്ക്. അല്പം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കറിവേപ്പിലയും താളിക്കുന്നു. അതിനുശേഷം ഇഞ്ചിയും നീളത്തിലരിഞ്ഞതും പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് വഴറ്റുന്നു. 1/2 കപ്പ് ഉള്ളി ചെറുതായിട്ട് കുത്തിയെറിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുന്നു. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വഴറ്റിയതിന് ശേഷം 1/2 കപ്പ് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ 4 തക്കാളിക്കയും ഉള്ളിയും നന്നായിട്ട് വഴന്ന് ഒരു നല്ല പരിവാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എന്തിനും ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് വറുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ബാക്കി മസാലക്കൂട്ടുകളും ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേരുവകളൊന്നും തന്നെയില്ല. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഈ അവസരത്തിൽ നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇത് ഒരുപാട് എരിവോ ഒരുപാട് മസാലയുടെ കുത്തോ ഒന്നുമില്ലാത്ത ഒരു വിഭവമാണ്. അപ്പോൾ ഈ 3 മസാലക്കൂട്ടുകളും ചേർത്ത് നന്നായിട്ട് ആ ഉള്ളിയും തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു. ചാറിന് വേണ്ടിയാണ്. മസാല കരിയുകയുമില്ല. ചാറെല്ലാം ഒന്ന് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നല്ല രീതിയിൽ ചെറിയ തീയിലും തിളപ്പിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് അത് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം ഇതുവരെ നമ്മൾ ചട്ടിയിലല്ല, ഒരു ഫ്രൈയിങ് പാനാണ്. കാരണം നമ്മൾ വഴറ്റുന്നതിനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഫ്രൈയിങ് പാനിൽ ചേർത്ത് കൊടുത്തത്, ഫ്രൈയിങ് പാനിൽ വഴറ്റിയത്. ഇപ്പോൾ നമ്മൾക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയത്. മീൻ കറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുന്നു. എന്തിനും പോകുന്ന ഉപ്പ് നമ്മൾ ഈ അവസരത്തിൽ ചേർക്കുകയാണ് നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചെറിയ തിള വന്നതിന് ശേഷം നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാൽക്കറിയാണ്, തേങ്ങാപ്പാലിൻ്റെ രുചിയാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ കരിമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചെറിയ കരിമീൻ ആയതുകൊണ്ട് ഞാനത് മുറിച്ചിട്ടില്ല. വലിയ കരിമീനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 2ആയിട്ടോ 3ആയിട്ടോ മുറിക്കുക. കരിമീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കാര്യമായിട്ട് ഇളക്കി അതിനെ ഉടയ്ക്കരുതെന്ന് പ്രത്യേകം ഓർക്കുന്നു. അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഇപ്പോൾ കണ്ടത് നല്ല പോലെ തിളച്ച് വന്നിരിക്കുന്നു. ചെറിയ തീയിൽ ഒന്ന് ചട്ടി ഒന്ന് കറക്കി, തവിയോ ഒന്ന് ഇട്ട് ഇളക്കുക. ചട്ടി ഒന്ന് കറക്കി എടുക്കുന്നു. നന്നായിട്ട് ചാറൊക്കെ കുറുകി വരുന്ന അവസ്ഥയാണ്. കരിമീനും ഏകദേശമൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. രാവിലെ പ്രാതലിനാണെന്നുണ്ടെങ്കിൽ തന്നെയും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ ഒക്കെ നല്ലൊരു കറിയാണ്. ഈ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം അടുത്ത വർഷം. നന്ദി. ഫുഡ് യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സുജു ഫിലിപ്പ് സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.